ചില ആഴ്ചകളായിട്ട് നമ്മുടെ ദൈവത്തിന്റെ വചനത്തിലെ ഒരു കാര്യം പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിവർത്തിച്ച വേലയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. വലിയൊരു പ്രഖ്യാപനത്തോടെയാണ് യേശു ഭൂമിയിൽ നിന്ന് അവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് അവിടുത്തെ ജീവൻ പിതാവിന്റെ പക്കൽ ഫലമേൽപ്പിച്ച് യാത്രയായി. വലിയ വിജയ പ്രഖ്യാപനമായിരുന്നു അത് എന്ന് നാം പരിശോധിച്ചു. അത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം ആസ്പദമാക്കിയാണ് നമ്മൾ ഈ വചനം പറഞ്ഞു വരുന്നത്. യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായിച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടുന്ന് പറഞ്ഞ ആ ഒരു പ്രഖ്യാപനത്തിന്റെ അർത്ഥവ്യാപ്തി എത്രയാണ് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അത് മുഴുവൻ അർത്ഥവ്യാപ്തി എന്താണെന്ന് പറയാൻ ഭൂമിയിൽ ആർക്കും കഴിയില്ല. എന്നാലും അറിയാവുന്ന ചില കാര്യം പറയുക. വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിൽ അതും എല്ലാം ഒന്നും ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. അറിയാവുന്ന ചില കാര്യം. അപ്പൊ അവിടുത്തെ പ്രവൃത്തിയെ സംബന്ധിച്ചാണ് എന്ന് നമ്മൾ പറഞ്ഞു. അവിടുത്തെ നിവർത്തിച്ച വേലയെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചു. പ്രധാനമായും അവിടുത്തെ ആ പ്രായശ്ചിത്ത മരണം അല്ലെങ്കിൽ പ്രായശ്ചിത്തം മനുഷ്യന്റെ അല്ല എല്ലാത്തിൻ്റെയും വീണ്ടെടുപ്പ് ഇവയെല്ലാം നിവർത്തിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള തിരുവെഴുത്ത് ഭാഗങ്ങൾ നാം പരിശോധിച്ചു വരികയായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് മറ്റൊരു കാര്യത്തിലേക്കാണ്. അവിടുന്ന് പറഞ്ഞ കാര്യത്തിന്റെ തന്നെ ഒരു അർത്ഥം. ക്രിസ്തു യേശുവിന്റെ ജീവിതം തന്നെ പ്രവചനങ്ങളുടെ ഒരു നിവൃത്തിയായിരുന്നു. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവിടുത്തെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുകയായിരുന്നു. ഇനിയും പ്രവചനങ്ങൾ അവിടുത്തെ സംബന്ധിച്ച് നിവർത്തിക്കാനുണ്ട്. അത് അവിടുത്തെ 2-ാം വരവിൽ നിവർത്തിക്കപ്പെടും. എന്നാൽ അവിടുത്തെ 1-ാം വരവിനെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ മുൻകൂട്ടി അറിയിച്ചിരുന്നു. അവിടുത്തെ ആളത്വത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയായിരുന്നു അത്. അല്പം വിശദമായി അതിലേക്ക് നമുക്ക് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന് 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അനന്തരം അവൻ 12 വരെ കൂട്ടിക്കൊണ്ട് അവരോട് അവസാനത്തെ കാര്യം പറയാം. ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു. അവിടുത്തെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പുള്ള സംഭവം പറയാണ്. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാവും. നോക്കൂ, മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാവും. അവനെ ജാതികൾ കേൾപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ യെരുശലേമിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം അവിടുത്തെ സംബന്ധിച്ച് പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയിരിക്കുന്ന വചനങ്ങളുടെ നിവർത്തിയാണ് എന്ന് ആ സംഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ് ഇവിടെ നാം വായിക്കുന്നത്. ലൂക്കോസ് 22-ാം അധ്യായം 37-ാമത്തെ വാക്യം. അവനെ അധർമ്മത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവർത്തി വരയണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്ക്, അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവർത്തി വരണം എന്ന് എഴുതി. എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിന് നിവർത്തി വരുന്നു എന്ന് പറഞ്ഞു.
അപ്പൊ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം അല്ല ജീവിതം മൊത്തം തന്നെ അവിടത്തെ കുറിച്ച് എഴുതിയിരുന്ന കാര്യങ്ങളുടെ നിവർത്തിയായിരുന്നു. അവസാനം ക്രൂശിൽ കിടന്നുകൊണ്ട് നിവർത്തിയായി എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നിവർത്തി വന്നിരിക്കുന്നു എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അതിന് വളരെ വ്യക്തമായ ഒരു അർത്ഥമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. യേശുക്രിസ്തുവിന്റെ മറ്റ് ചില പ്രസ്താവനകളെ കൂടി ഇതിനോടുള്ള ബന്ധത്തിൽ നാം പരിശോധിക്കേണ്ടതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം അതിന്റെ 44-45 വാക്യങ്ങൾ പിന്നെ വായിച്ചോളൂ. 24-45. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. നോക്കൂ, യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ സംബന്ധിച്ച് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എഴുതിയിരിക്കുന്നു. ഇത് യഹൂദന്മാരുടെ പഴയ നിയമത്തിന്റെ 3 ഭാഗം അവർ അങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. മോശയുടെ ന്യായപ്രമാണം എന്ന് പറയുന്ന 1-ാം ഭാഗം, അത് തോറ എന്ന് അവർ വിളിക്കുന്ന ഭാഗം. 2-ാമത്തെ ഭാഗം പ്രവാചകന്മാർ എഴുതിയ പുസ്തകങ്ങൾ. അത് പ്രവചന ഗ്രന്ഥങ്ങൾ മാത്രമല്ല, പ്രവാചകന്മാർ എഴുതിയ ചരിത്ര പുസ്തകങ്ങളെയും പ്രവാചക പുസ്തകം എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ആ പ്രവാചക പുസ്തകങ്ങളിലും 3-ാമത്തെ ഭാഗം സങ്കീർത്തനത്തിൽ, അതിനെ റൈറ്റിംഗ്സ് എന്ന് പറയും. തോറ, നെബിൻ, കെതുബിൻ എന്ന 3 ഭാഗമായിട്ടാണ് യഹൂദന്മാർ അവരുടെ തിരുവെഴുത്തിനെ വിഭജിച്ചിരുന്നത്. നമ്മളതിനെ ഇപ്പോ വിഭജിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തമായി വിഭജിക്കുന്നു എങ്കിലും അതേ പുസ്തകങ്ങൾ തന്നെയാണ്, വിഭജനത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെ ബൈബിൾ യഹൂദന്മാരുടെ ബൈബിളായി. ഞാൻ മുന്നോട്ട് പറയുന്നു, അവരുടെ ബൈബിൾ തന്നെയാണ് നമ്മുടെ ബൈബിൾ, എന്നാൽ അവരുടെ വിഭജനത്തിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്ന് ഓർത്തിരിക്കണം. അപ്പൊ അവർക്ക് അതിന് 3 ഭാഗമാണ്. ആ 3 ഭാഗത്തിലും യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ വിശദീകരിച്ചിരിക്കുന്നു. വരാനുള്ള ക്രിസ്തുയേശുവിന്റെ ജീവിതത്തെ സംബന്ധിച്ച് പ്രവചിച്ചിരിക്കുന്നു. ആ പ്രവചിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് നിവർത്തി വന്നിരിക്കുന്നു. 24-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. Luke chapter 24 verse 25 to 27. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ മോശ തുടങ്ങി, മോശയാണല്ലോ ഈ തിരുവെഴുത്തുകൾ എഴുതി തുടങ്ങിയ ആദ്യത്തെ ആൾ. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജീവിതം സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതം പോലൊരു ജീവിതമായിരുന്നില്ല. അവിടുത്തെ ജീവിതത്തെ സംബന്ധിച്ചുള്ള സകല കാര്യങ്ങൾ മുൻകൂട്ടി പ്രവാചകന്മാർ മുഖാന്തരം അറിയിച്ചിരുന്നതാണ്. ആ അറിയിച്ചിരുന്ന കാര്യങ്ങൾക്ക് നിവർത്തി വരുന്നു എന്നാണ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 46-47 വാക്യത്തിൽ, John 5:46-47, അവിടെ യേശു അവിടുന്ന് താൻ ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള അവിടുത്തെ
ക്രെഡൻഷ്യൽസ്, അവിടുന്ന് ആരാണ് എന്നത് വെളിപ്പെടുത്തുന്ന ഭാഗത്ത് പറയുന്ന ഒരു പ്രയോഗമാണ്. യോഹന്നാൻ 5:46-47. നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ആൾ മോശയാണ്. അവരുടെ യേശു പറയുകയാണ്, നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമായിരുന്നു. കാരണം മോശ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോശ മുഖാന്തരം മുന്നറിയിക്കപ്പെട്ട വ്യക്തിയാണ് അവിടുന്ന് എന്നാണ് ഈ പറയുന്നത്. പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായം, ആക്ട്സ് 10:43 വാക്യം. 43. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 43. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. നോക്കൂ, സകല മനുഷ്യർക്കും പാപമോചനം കൊടുക്കുന്ന ഒരുത്തൻ. അതല്ലേ ലോകത്തിന്റെ ആവശ്യം? അതിനല്ലേ ലോകം കാത്തിരിക്കുന്നത്? അങ്ങനെ സകല മനുഷ്യർക്കും പാപമോചനം കൊടുത്ത് രക്ഷ നൽകാൻ ദൈവം ഒരുവനെ അയക്കും എന്ന് പറഞ്ഞിരുന്നത് ഈ വ്യക്തിയെ കുറിച്ചാണ്. ആ വാക്കിന് ഇവിടെ നിവർത്തി വന്നിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ചില പ്രസ്താവനകൾ കൂടി നോക്കിയിട്ട് ഇതിന്റെ അല്പം വിശദാംശത്തിലേക്ക് നമുക്ക് പോകാം. പൗലോസ് അപ്പോസ്തലൻ പ്രസംഗത്തിൽ പ്രവൃത്തി പുസ്തകം 18-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ, പ്രവൃത്തി 18-ന്റെ 27-ഉം 28-ഉം. പ്രവൃത്തി 18-ന്റെ 27-28. അവൻ അഖായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ചു ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. നോക്കൂ, യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ച് യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. ഈ യേശു ക്രിസ്തു ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അതിന്റെ അർത്ഥം ഒരല്പം കഴിയുമ്പോൾ ഞാൻ പറയാം. യേശു ആണ് ഈ രക്ഷകനെന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ചു. തിരുവെഴുത്തുകളാൽ എന്ന് പറയുന്ന പഴയ നിയമ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് യഹൂദന്മാർക്ക് എതിർ പറയാൻ കഴിയാതെ വണ്ണം അവരുടെ വായടച്ചു, പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. പ്രവൃത്തി പുസ്തകം 26-ാം അധ്യായം. അഗ്രിപ്പ രാജാവിന്റെ മുൻപാകെ നിന്ന് പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്ന പ്രതിവാദമാണ്. 26-ന്റെ 22-ാം വാക്യം, 23-ാം വാക്യം മലയാളത്തിൽ. 26:23. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചു ഒഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നു. പൗലോസ് താൻ പ്രസംഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് രാജാവിന്റെ മുമ്പാകെ പ്രതിവാദം ചെയ്ത് പറയുകയാണ്. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വിളിച്ചു അറിയിക്കുകയും ചെയ്തു. മരിച്ചവരിൽ ആദ്യനായി എഴുന്നേറ്റ് ഈ വർത്തമാനം ലോകത്തിന് കൊടുക്കുമെന്ന് പ്രവാചകന്മാരും മോശയും പ്രസ്താവിച്ചിരുന്നു ഭാവി കാലത്തെ കുറിച്ച്. ആ പ്രസ്താവിച്ച കാര്യം യേശുവാണ്, ആ വ്യക്തി യേശുവാണ് എന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്നാണ് പൗലോസ് അപ്പോസ്തലന്റെ ന്യായവാദം. അതായത് അവരുടെ യഹൂദന്മാർ പൗലോസിനെ കുറ്റം വിധിച്ച് താൻ പ്രസംഗിക്കുന്നത് തെറ്റാണ്, ദൈവദൂഷണമാണ്, വചന വിപരീതമാണ് എന്ന് കുറ്റം ചുമത്തി ശിക്ഷിക്കാൻ വേണ്ടി നടപടിയെടുത്ത് ഇപ്പൊ അവസാനം
താൻ അങ്ങനെ കോടതിയിലായിരിക്കുക. അവിടെ താൻ യഹൂദ മര്യാദകളും തിരുവെഴുത്തുകളും അറിയാവുന്ന ഒരു രാജാവിന്റെ മുമ്പാകെ നിന്ന് വാദിച്ചു പറയുകയാണ്, മോശയും പ്രവാചകന്മാരും ഇങ്ങനെ എഴുതിയിരിക്കും, ക്രിസ്തു കഷ്ടം അനുഭവിക്കും. അതായത് ഈ രക്ഷകനായി തീരാനുള്ളവൻ കഷ്ടം അനുഭവിക്കും. യഹൂദന്മാർക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. മശിഹ കഷ്ടം അനുഭവിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ആ കാര്യത്തോട് യോജിപ്പില്ലാത്ത ഈ യഹൂദന്മാരോട് തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ പറയുന്ന പൗലോസ് രാജാവിനോട് പറയുകയാണ്, ഇങ്ങനെ സകല പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നു, അതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. 27-ാം വാക്യം. അഗ്രിപ്പ രാജാവേ, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് ആവേശം കയറി. കാരണം തിരുവെഴുത്തുകളെ മനസ്സിലാക്കുന്ന ഒരുവനാണ് മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ ആ രാജാവിനോട് ചോദിക്കുകയാണ്, രാജാവേ, പ്രവാചകന്മാരെ അങ്ങ് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ അഗ്രിപ്പ രാജാവ് ചോദിക്കുകയാണ്, നീ എന്താണ് ഒരല്പം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാക്കുവാൻ പരിശ്രമിക്കുകയാണോ? പ്രസംഗത്തിന്റെ ആവേശം അങ്ങോട്ട് കയറി. ആളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പോലെ ശ്രമിച്ചപ്പോ അദ്ദേഹം ചോദിക്കുന്നു, നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ പോവാണോ? നീ എന്നെ അല്പകാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കുകയാണോ? പൗലോസിന്റെ മറുപടി, രാജാവേ, അങ്ങ് മാത്രമല്ല, എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ പേരും ഈ ചങ്ങല ഒഴികെ ഈ ക്രിസ്തുവിന്റെ അനുയായിയായി തീരണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു എന്ന് ധൈര്യമായി താൻ അവിടെ പ്രതിപാദിക്കുകയായി. റോമിൽ ചെന്ന് കഴിഞ്ഞപ്പോ പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായം 23-ാം വാക്യം. Acts 28 and verse 23. 28-ന്റെ നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്ന് അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാർ രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. നോക്കൂ, മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി, അതാണ് യഹൂദന്മാരുടെ പുസ്തകം, ആ പുസ്തകം എടുത്തു വെച്ച് അതിന്റെ വാക്യങ്ങൾ അവരുടെ മുൻപാകെ നിരത്തി പൗലോസ് പറയുകയാണ്, ഈ പറയുന്ന വചനം യേശുവിലാണ് നിവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, ഈ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ മോശയും പ്രവാചകന്മാരും ചൂണ്ടിക്കാണിച്ച വരാനുള്ള ഒരുവൻ, വരാനുള്ള രക്ഷകൻ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മശിഹ, അവർ കാത്തിരുന്ന ആള് മശിഹയാണ് എന്ന് പറഞ്ഞാൽ രക്ഷകനാണ്, അവരുടെ ഉദ്ധാരകനാണ്. അവർക്കതിൻ്റെ ഫുൾ സിഗ്നിഫിക്കൻസ്, അതിന്റെ മൊത്തം ആശയങ്ങൾ അവർക്ക് അത്ര ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല എങ്കിലും ജാതീയ രക്ഷകനായി, അവരുടെ ദേശത്തിന്റെ, അവരുടെ ജനത്തിന്റെ രക്ഷകനായി ദൈവം അയക്കാനുള്ള ഒരു രാജാവ്, കുറഞ്ഞ പക്ഷം അവരുടെ വിശ്വാസോത്തരയാണ്. അതിനേക്കാൾ വ്യാപകമായ അർത്ഥം തിരുവെഴുത്ത് അതിന് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അവർ മിക്ക പേരും ഗ്രഹിച്ചിട്ടുണ്ടാവില്ല. എന്നാലും ദൈവം അയക്കും എന്ന് പറഞ്ഞ രക്ഷകൻ ഈ ക്രിസ്തു യേശുവാണ് എന്ന് അവരുടെ തിരുവെഴുത്തുകൾ എടുത്ത് തെളിയിച്ച് ആളുകൾക്ക് ബോധ്യം വരുത്തുന്നതായിരുന്നു പൗലോസ് അപ്പോസ്തലൻ ചെയ്ത പ്രവൃത്തി. അപ്പൊ നോക്കൂ, തിരുവെഴുത്തിൽ വിശദീകരിച്ചിരിക്കുന്ന, പറഞ്ഞിരിക്കുന്ന, പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ആ ആളാണ് ഈ ക്രിസ്തു. ഇതാണ് അവരുടെ പ്രസംഗ വിഷയം. ഈ ആളിന്റെ വരവ്, ജീവിതം, പ്രവൃത്തി, ആളത്വം, ഈ മുഴു കാര്യങ്ങളും പഴയ നിയമത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു, പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. ഒരെഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? പഴയ നിയമ പ്രവചനങ്ങളും പുതിയ നിയമത്തിലെ നിവൃത്തിയും കൂടി നമ്മൾ ഒന്ന് താരതമ്യം ചെയ്താൽ നമ്മുടെ രണ്ട് കൈയുടെ വിരലുകൾ, ഒരു കൈയുടെ വിരലുകൾ മറ്റൊരു കൈയിലെ വിരലുമായി യോജിച്ചിരിക്കുന്നത് പോലെ
പഴയ നിയമത്തിലെ വചനങ്ങളും പുതിയ നിയമത്തിലെ നിവൃത്തിയും തമ്മിൽ അത്രയ്ക്ക് പൊരുത്തമാണ്. വ്യത്യാസമില്ലാതെ വണ്ണം അതുപോലെ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഒരെഴുത്തുകാരൻ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് മോശ തുടങ്ങി സകല പ്രവാചകന്മാരും മുഖാന്തരം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ രക്ഷകൻ മറ്റാരുമല്ല, ഈ യേശുവാണ്. യേശുവിനെ കൊന്നതിന് ശേഷം ആവർത്തിച്ച് ഇവരോട് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശു, നിങ്ങൾ തള്ളിക്കളഞ്ഞ യേശു, നിങ്ങൾ ദൈവഗ്രഹത്തിന്റെ പണിക്കാർ എന്ന് അഭിമാനിക്കുന്ന നിങ്ങൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായ ഈ ആൾ, നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാണ്, ദൈവപണിയുടെ അടിസ്ഥാന കല്ലാണ്, നിങ്ങളുടെയും സകല ലോകത്തിന്റെയും രക്ഷകൻ ഇവനാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ തുടങ്ങിയതാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ. ആ പ്രവചനങ്ങളുടെ എല്ലാം നിവൃത്തി ക്രിസ്തുവിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പ്രഖ്യാപിച്ചത്. അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം, കേന്ദ്ര വിഷയം ഇതായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം വായിക്കും. പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായം 20-ാം വാക്യം, അതിന്റെ 22-ാം വാക്യം. പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായം 20-ാം വാക്യം, 22-ാം വാക്യം. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. 22, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. ശൗൽ പ്രസംഗം കൊണ്ട് തുടങ്ങിയതേ ഉള്ളൂ. 9-ാം അധ്യായത്തിലാണ് അദ്ദേഹത്തിന്റെ മാനസാന്തരം നമ്മൾ വായിക്കുന്നത്, ദർശനവും ആ മാനസാന്തരവും. അപ്പൊ ആ ദർശനത്തിൽ ക്രിസ്തുവിനെ ശൗൽ കണ്ടു കഴിഞ്ഞപ്പോ അദ്ദേഹം ഇതിന് വിപരീതിയായിരുന്നു. ഈ ക്രിസ്തുവിന്റെ ശത്രുവായിരുന്നു. ഈ യേശുവിന്റെ നാമം പറയുന്നവരെ ഉപദ്രവിക്കുന്നവനായിരുന്നു. അതിന് ലൈസൻസ് എടുത്തിരുന്ന ആളാണ്. പക്ഷേ ഈ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോ താൻ അതുവരെ പഠിച്ച വേദശാസ്ത്രത്തിന് ആകമാനം വ്യാഖ്യാനം മാറി. അതുവരെ അദ്ദേഹം കരുതി വെച്ചിരുന്നത് അവരുടെ യഹൂദ മതത്തിന്റെ, അവരുടെ പാരമ്പര്യപ്രകാരമുള്ള വ്യാഖ്യാനങ്ങളാണ്. എന്നാൽ ഈ ദർശനത്തിൽ നേരിട്ട് ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ തനിക്ക് പറയാനുള്ളത്, നമ്മൾ അറിഞ്ഞതുപോലെ, നമ്മൾ ധരിച്ചതുപോലെ അല്ലിത്. ഇത് മോശ മുഖാന്തരം, പ്രവാചകന്മാർ മുഖാന്തരം ദൈവം മുന്നറിയിച്ചിരുന്ന ദൈവത്തിന്റെ രക്ഷകൻ, ദൈവം അയക്കും എന്ന് വാഗ്ദത്തം ചെയ്ത ആ രക്ഷകനാണ്. അപ്പൊ യേശു തന്നെ ദൈവപുത്രൻ എന്ന്, യേശുവാണ് മശിഹ എന്ന് പ്രസംഗിച്ച് അവരെ ബോധ്യപ്പെടുത്തി. എല്ലാവരും സമ്മതിച്ചില്ല, പക്ഷേ അവർക്ക് എതിര് പറയാൻ കഴിയാതെ വണ്ണം വാക്യങ്ങൾ എടുത്ത് നിരത്തി സ്ഥാപിച്ചു. ലോകമറിയേണ്ട സന്ദേശം, അന്നും ഇന്നും ലോകമറിയേണ്ട സന്ദേശം. മനുഷ്യൻ കാത്തിരിക്കുന്ന രക്ഷകൻ യേശുക്രിസ്തുവാണ്. മനുഷ്യന് രക്ഷിക്കപ്പെടുവാൻ ഉള്ള വഴി യേശുക്രിസ്തുവാണ്. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്.
ലോകവ്യാപകമായി ദൈവത്തിന്റെ രക്ഷയെ സംബന്ധിച്ച് വ്യക്തമോ അവ്യക്തമോ ആയ ധാരണ മനുഷ്യർക്കുണ്ട്. അങ്ങനെ മനുഷ്യൻ താൻ തെറ്റുകാരനാണ് എന്ന് ബോധ്യമുള്ളവനും തെറ്റിന് ശിക്ഷയുണ്ട് എന്ന് ബോധ്യമുള്ളവനും എന്നാലും ദൈവത്തിന്റെ കരുണ നിമിത്തം അവർക്കൊരു രക്ഷയുണ്ടാകും എന്ന് പ്രതീക്ഷയുള്ളവരുമാണ് മനുഷ്യൻ. ഇതെല്ലാ മതത്തിലും ഈ ചിന്ത കാണാം. പക്ഷെ അവിടെ ആശയങ്ങൾ വ്യക്തമല്ല. എന്നാൽ തിരുവെഴുത്തുകൾ പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവരുടെ വ്യാഖ്യാനങ്ങൾ അവരുടെ സ്വന്തം വ്യാഖ്യാനങ്ങളാകിയാൽ ദൈവത്തിന്റെ മനസ്സിലിരുന്ന ഈ വലിയ മാർമിക കാര്യങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവരുടെ ബുദ്ധി കൊണ്ട് അറിയാൻ പറ്റിയില്ല. വെളിപ്പാടിനാൽ മാത്രമേ അതറിയാൻ പറ്റൂ. ഏതായാലും യഹൂദന്മാർ ഒരു രക്ഷകനെ കാത്തിരിക്കും. സകല ജാതികളും ഒരു രക്ഷകനെ കാത്തിരിക്കുന്നു, ഒരു ഉദ്ധാരകനെ കാത്തിരിക്കുന്നു. ആ ഉദ്ധാരകൻ ആരാണ് എന്ന വർത്തമാനമാണ്, സന്ദേശമാണ് ലോകത്തിന് എല്ലാ കാലത്തും ആവശ്യം. ഇന്നും നമ്മുടെ പ്രസംഗം പൊതുവെ യഹൂദന്മാരോടല്ല. യഹൂദന്മാരോട് പ്രസംഗിക്കേണ്ട സമയങ്ങളുണ്ടാവും. എന്നാൽ യഹൂദന് മാത്രമല്ല ഈ ബാധകമായ കാര്യം. ഈ വിശ്വാസം ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ജാതികളിലും രക്ഷയെക്കുറിച്ചുള്ള ആഗ്രഹവും പ്രതീക്ഷയും നിലകൊള്ളുന്നു. അതതിന്റെ പരിപൂർണ അളവിൽ നിവർത്തിക്കാൻ ദൈവം നിയമിച്ച ആൾ ഈ ആളാണ് എന്ന് തിരുവെഴുത്തുകളെ ആധാരമാക്കി കാര്യകാരണ സഹിതം ജനത്തിന് ബോധ്യമാക്കി കൊടുക്കുകയാണ് ഇന്നും നമ്മുടെ ജോലി. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച് പറഞ്ഞത്, ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കേവലം സാൻമാർഗിക തത്വങ്ങളല്ല ഞങ്ങളുടെ പ്രസംഗത്തിന്റെ കേന്ദ്ര വിഷയം. മനുഷ്യൻ നന്നായി ജീവിക്കണമെന്നതല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രസംഗ കേന്ദ്ര വിഷയം. മനുഷ്യന് സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകും എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട സന്ദേശം. ലോക വ്യവസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചല്ല ഞങ്ങളുടെ സന്ദേശം. ഞങ്ങളുടെ സന്ദേശം മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നമായ പാപത്തിൽ നിന്നും അതിൻ്റെ കുറ്റത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷയിൽ നിന്നും പാപത്തിന്റെ പരിണിത ഫലങ്ങളിൽ നിന്നും മനുഷ്യന് രക്ഷിച്ച് മോചനം കൊടുക്കുവാൻ ഒരു മാർഗം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ മാർഗം എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്തത്. അപ്പൊ യഹൂദന്മാരോട് പറഞ്ഞിരിക്കുന്നത്, ഈ ആളിനെ സംബന്ധിച്ചുള്ള തിരുവെഴുത്തുകളെല്ലാം എടുത്തിട്ട് ഒന്നിന് പിന്നാലെ ഒന്നായി തിരുവെഴുകളെടുത്ത് നിരത്തിയിട്ട് പറയാണ്, നോക്കൂ, ഈ വചനം, നിങ്ങൾ മശിയെ കുറിച്ച് പറയുന്ന വചനം ഈ ആളിൽ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. മത്തായി സുവിശേഷം നിങ്ങൾ പരിശോധിച്ചു നോക്കണം. മത്തായി സുവിശേഷം എഴുതുമ്പോ മത്തായി പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയ ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ പല പല സംഭവങ്ങളെയും എടുത്തിട്ട് പഴയ നിയമ തിരുവെഴുത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഈ വചനത്തിന് നിവർത്തി വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന് മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം 23-ാം വാക്യം. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാക്കുവാൻ ആകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനന വിവരം എഴുതിയിട്ട്, അല്ലെങ്കിൽ അതിന് ഉള്ള കാര്യങ്ങൾ പ്രവചനങ്ങളും ദൂതുകളും പറഞ്ഞിട്ട് പറയുകയാണ്, ഇങ്ങനെ പ്രവചിച്ചിരിക്കുന്നത് കന്യക ഗർഭിണിയായ മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞിരുന്നത്
നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. അങ്ങനെ ആ പുസ്തകം നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ആവർത്തിച്ച് എല്ലാ വാക്യങ്ങളും എടുത്ത് പരിശോധിക്കാൻ നമുക്ക് നേരം എടുക്കാൻ പറ്റില്ല. 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 15-ാം വാക്യം, 17-ഉം 18-ഉം വാക്യം, 23-ാം വാക്യം, 3-3, 4-13 മുതൽ 16 വരെ, 13-34 മുതൽ 35 വരെ, 21-4, 5, 41, 42, 26-54 മുതൽ 56 വരെ, 27-6 മുതൽ 10 വരെ, ഇങ്ങനെ അനേക ഭാഗങ്ങൾ ഓരോരോ യേശുവിന്റെ ജീവിത സംഭവങ്ങളെ എടുത്തു കാണിച്ചിട്ട് പറയുകയാണ്, ഇത് പ്രവാചകൻ പറഞ്ഞതാണ്, അത് അതുപോലെ നിവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ തുടങ്ങുന്നു ഇതിന്റെ പ്രവചനങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, ആദ്യത്തെ പ്രവചനം. ഉൽപ്പത്തി 3:15. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. മനുഷ്യൻ പാപം ചെയ്തപ്പോ തന്നെ വീണ്ടെടുപ്പുകാരനെ സംബന്ധിച്ചുള്ള വാക്തത്വം അപ്പോൾ തന്നെ കൊടുക്കുകയാണ്. ആ സർപ്പത്തിന്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതി. ഒന്നുകൂടെ പറയുന്നു, മനുഷ്യന് തകർച്ച ഭവിച്ചപ്പോ തന്നെ ഉദ്ധാരകനെ ദൈവം വാഗ്ദത്തം ചെയ്തു. രക്ഷാപദ്ധതി അന്നേരം തുടങ്ങിയതാണ് എന്നല്ലതിന്റെ അർത്ഥം. പല ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഉദാഹരണം, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകം, കുഞ്ഞാട്. മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ രക്ഷാ പദ്ധതികൾ ഡിസൈൻ ചെയ്തിരുന്നു, പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. പക്ഷെ മനുഷ്യൻ അവൻ ഡിസൈൻ ചെയ്തിരുന്നു. അല്ലാതെ മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ മാത്രമുണ്ടായ ഒന്നല്ല, പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് തയ്യാറാക്കിയിരുന്നു എന്ന് പറയുമ്പോ സർവജ്ഞാനിയായ ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്താണ് മനുഷ്യന് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നിത്യമായി തന്നെ തന്റെ പുത്രനെ ലോകത്തിന്റെ രക്ഷയ്ക്കായി അവർ നിയമിച്ചു. ഏതായാലും മനുഷ്യൻ പാപം ചെയ്തപ്പോ തന്നെ ആ പ്രഖ്യാപനവും നടന്നു, രക്ഷകനെ സംബന്ധിച്ചിടത്തോളം. ഇനി യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ടിരുന്നു. അത് വാസ്തവത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുകയായിരുന്നു എന്ന് അനവധി തിരുവെഴുത്തുകളിലൂടെ സ്ഥാപിക്കാവുന്നതാണ്. അതിന്റെ ഒരു വിശദമായ പഠനത്തിന് നേരമെടുക്കണമെങ്കിൽ വളരെ ദിവസങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് അതിന് ഞാൻ തുനിയാതെ ഇവയെ മശിഹൈക പ്രവചനങ്ങൾ എന്നാണ് പറയുന്നത്. മശിഹയെ സംബന്ധിച്ചുള്ള പ്രവചനവും അതിൻ്റെ നിവർത്തിയും നമുക്ക് ഒന്ന് വേഗം പരിശോധിക്കാം. യേശുക്രിസ്തുവിന്റെ മാനുഷിക ഉത്ഭവത്തെ സംബന്ധിച്ചുള്ളതാണ് അതിന്റെ ഒരു ഭാഗം. അതായത് അവിടുന്ന് മനുഷ്യനായി വരും എന്നതിനെ സംബന്ധിച്ചുള്ളതാണ് പ്രവചനം. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി എന്ന ആ ഒരു നോക്കൂ, സ്ത്രീയോട് പറയുകയാണ് നിന്റെ സന്തതിക്കും സർപ്പത്തിനും മധ്യേ ശത്രുത്വം ഉണ്ടാവും. അപ്പൊ ആ നിന്റെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി.
മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇതിന്റെ നിവർത്തിയാണ് വാസ്തവത്തിൽ കാണുന്നത്. മത്തായി 1:18. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവർ കൂടി വരും മുമ്പ്, അവർ വിവാഹിതരായി ഒന്നിച്ചു കൂടി വരും മുമ്പ്, അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ആ സ്ത്രീയുടെ സന്തതി പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭവതിയായി. അവിടുത്തെ ഒരു കന്യകയിൽ ജനിക്കും എന്ന് യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ മുന്നറിയിക്കപ്പെട്ടിരുന്നു. യെശയ്യാ 7:14 വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചന ഭാഗമാണ് മശീഹയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 22-ഉം 23-ഉം വാക്യത്തിൽ ഇതിന്റെ നിവർത്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാക്കുവാൻ ഇതൊക്കെ സംഭവിച്ചു. അപ്പൊ യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആൾ മറിയ ഗർഭിണിയായി പ്രസവിച്ച യേശു എന്ന ഈ വ്യക്തിയാണ് എന്ന് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാതെ കേവലം മറിയയുടെ ഒരു മകനല്ലത്. പ്രവാചകന്മാരാൽ മുന്നറിയിക്കപ്പെട്ടിരിക്കുന്ന ദൈവം നമ്മോടുകൂടെ, ദൈവമാണ് അവിടുന്ന്. കന്യക ഗർഭിണിയായി പ്രസവിക്കുന്നവനാണ്. അബ്രഹാമിന്റെ കുലത്തിലാണ് അവിടുന്ന് വരുന്നത് എന്ന് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിൽ വ്യക്തമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് നിന്നിൽ, അബ്രഹാമിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ അബ്രഹാമിന്റെ ആ കുലത്തിൽ വന്ന സകല ജാതികളെയും ലോകത്തെയും അനുഗ്രഹിക്കാനുള്ള അനുഗ്രഹം വരും. ആ അനുഗ്രഹം അബ്രഹാമിലല്ല, അവന്റെ സന്താന പരമ്പരകളിലാണ് നിവർത്തിക്കുന്നത്. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തി യേശുവിൽ വന്നിരിക്കുന്നു എന്ന് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ, റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ, ഗലാത്യർ 3:16, എന്നാൽ അബ്രഹാമിനും അവന് സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. അപ്പോ അബ്രഹാമിൻ നിന്നിൽ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി ഇവണ്ണമാകും എന്നൊക്കെ പറയുമ്പോ ആ സന്താന പരമ്പരകളിൽ എല്ലാവരിലും കൂടെ വരുന്ന അനുഗ്രഹമല്ല, നിന്റെ സന്തതിക്കുമെന്ന് ഏകനെ കുറിച്ചാണ് പറയുന്നത്. ആ ലോകത്തെ അനുഗ്രഹിക്കാനുള്ള ആ ഏക സന്തതി കേവലം ഇസഹാക്കല്ല, ക്രിസ്തു തന്നെ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനം, യാക്കോബിന്റെ അനുഗ്രഹത്തിലൂടെ വന്ന ഒരു പ്രവചനമാണ്. ഉൽപ്പത്തി 49-ന്റെ 10-ാം വാക്യം, 49:10, സ്തോത്രം. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദിയയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല, ജാതികളുടെ അനുസരണം അവനോട് കൂടിയാകും. യഹൂദയ്ക്ക് ഒരു അനുഗ്രഹം കൊടുത്തതാണ്.
ആ അനുഗ്രഹം കൊടുക്കുമ്പോ അവന് ഭരണഗോത്രമായി അവിടെ അപ്പൻ അനുഗ്രഹം കൊടുക്കുന്നെങ്കിലും പറയുന്ന പ്രയോഗം നോക്കൂ, അവകാശമുള്ള ഒരുത്തൻ വരും. നിത്യഭരണത്തിന് അവകാശമുള്ള ഒരുത്തൻ വരും. നീങ്ങിപ്പോകാത്ത ചെങ്കോലുള്ള ഒരുത്തൻ വരും. അത് വേറെ ആരിലും നിവർത്തിക്കപ്പെട്ടില്ല. ബാക്കി എല്ലാവരുടെയും കയ്യിൽ ഇത് സ്ഥിരമായിരിക്കില്ല, ആരുടെയും കയ്യിൽ സ്ഥിരമായിരിക്കില്ല. അവരുടെ കയ്യിൽ നിന്നും മറിഞ്ഞു പോകും. പക്ഷെ ഒരുവൻ, അവകാശമുള്ളവൻ വരും. ആ കുലത്തിൽ, യഹൂദ കുലത്തിൽ ജനിച്ച് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ചെങ്കോലുള്ള നീങ്ങിപ്പോകാത്ത ആധിപത്യമുള്ളവനാരാണ്? എബ്രായർ 7:14. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. യഹൂദയിൽ നിന്നാണ് നമ്മുടെ കർത്താവ് ഉദിച്ചത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത് 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ, റെവലേഷൻ 5:5, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന്. ആ യഹൂദ ഗോത്രത്തിലെ ഭരണാധികാരി, യഹൂദ ഗോത്രത്തിലെ സിംഹം, ആ ക്രൂശിൽ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് എന്ന് ഫൈനലി സ്വർഗത്തിൽ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് നാം കാണുന്നത്. അപ്പൊ അവകാശമുള്ളവൻ, നീങ്ങിപ്പോകാത്ത രാജതെന്നുള്ളവൻ യഹൂദയിൽ നിന്ന് ഉദിക്കും എന്ന് പറഞ്ഞത് ആ കുലത്തിൽ വന്ന് ദാവീദിൽ ഒതുങ്ങുന്നതല്ല, അവന്റെ മകൻ ശലോമോനിൽ ഒതുങ്ങുന്നതല്ല. അവരുടെ ആധിപത്യം കഴിഞ്ഞു, അവരുടെ ഭരണം കൈമാറ്റം ചെയ്യപ്പെട്ടു. ഈവൻ അത് പലരുടെയും കയ്യിൽ പോയി, അവർക്കത് നഷ്ടമായി പോയി. പക്ഷെ വരുന്നു ഒരുത്തൻ, ഒരു കാരണവശാലും ആധിപത്യം നഷ്ടപ്പെട്ടു പോകാത്ത നിത്യ രാജാവ് ഒരുത്തൻ വരുന്നു എന്ന് പറഞ്ഞവനാണ് ഈ യേശു എന്നാണ് തിരുവെഴുത്തിലൂടെ ലോകം അറിയേണ്ടത്. ലോകം അറിയണം, രാജാവ് വരുന്നു, ലോകത്തെ ഭരിക്കുവാനുള്ള രാജാവ് എഴുന്നള്ളി വന്നിരിക്കുന്നു. യഹൂദന്മാരുടെ രാജാവെന്ന് അന്ന് വിദ്വാൻമാർ വന്ന് ചോദിച്ച് പറഞ്ഞ അവൻ കേവലം യഹൂദന്മാരുടെ രാജാവല്ല, രാജാധിരാജാവായി, കർത്താവായി ലോകത്തിൽ വെളിപ്പെടാനുള്ളവനാണ് എന്ന വസ്തുത, എന്ന ഈ സുവിശേഷ സന്ദേശം ലോകം അറിയട്ടെ. അവിടുത്തെ കേവലം ഒരു ചരിത്ര പുരുഷനല്ല, ചരിത്രത്തിലൊരു സമയത്ത് ജനിച്ചു, ജീവിച്ചു, മരിച്ചു, പോയി, അങ്ങനെ ഒരുവനല്ല യേശു. മറിച്ച് നിത്യമായി ദൈവം പ്രവചിച്ചിരുന്നവൻ, ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നവൻ, അതിന്റെ നിവൃത്തി സംഭവിച്ചതാണ് ഈ വ്യക്തിയിൽ. ആകസ്മികമായി വന്നവനല്ല, നിത്യമായി മുന്നറിയിക്കപ്പെട്ട നിത്യ ദൈവപുത്രനാണ് അവിടുന്ന് എന്ന് ആളുകൾ അറിയണം. അവൻ ദാവീദിന്റെ കുലത്തിൽ നിന്ന് വരും. ദാവീദിന് ദൈവം ഒരു സിംഹാസനം, നിത്യമായ സിംഹാസനം വാഗ്ദത്തം ചെയ്തു. ദാവീദിന്റെ ജീവിത രീതി, ദൈവഭക്തി ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ദാവീദിന് ദൈവം വളരെ പ്രധാനമായിരുന്നു. ദൈവം എന്ന് കേട്ടാൽ അവന്റെ രോമമല്ല എഴുതിയത്. ഒരിക്കൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്നപ്പോ പഞ്ഞിനൂലങ്കി ധരിച്ച് പെട്ടകത്തിന് മുമ്പാകെ രാജാവായിരുന്ന മനുഷ്യൻ കുതിച്ചു നൃത്തം ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതിനെ സംബന്ധിച്ച് ഭാര്യ ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഈ പെട്ടകത്തിന് മുൻപാകെ, പെട്ടകം ദൈവ സാന്നിധ്യമാണ്, അക്ഷരാർത്ഥത്തിലുള്ള ദൃശ്യമായ അനുഭവിക്കാവുന്ന ദൈവ സാന്നിധ്യമാണ് അതിനകത്തുണ്ടായിരുന്നത്, അല്ല കേവലം ഒരു ഉപകരണമല്ല.
അപ്പൊ ആ ദൈവ സാന്നിധ്യം അദ്ദേഹത്തിന് ആവേശമാണ്. അദ്ദേഹം പറയും, എന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയം അവിടുത്തെ മുമ്പാകെ പോകുന്നതാണ്. അതുപോലെ മഹത്വമുള്ളൊരു സമയമില്ല. അങ്ങനെയുള്ള ഈ ദാവീദിന് ഒരു നിത്യമായ സിംഹാസനം ദൈവം വാഗ്ദത്തം ചെയ്തു. അവരോട് പറഞ്ഞു, നിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരുത്തൻ ഇല്ലാതെ വരികയില്ല. അവരുടെ കാലത്ത് അതുപോലെ സംഭവിക്കാതെ സിംഹാസനം അവരുടെ പക്കൽ നിന്ന് പോയി. ബാബിലോന്യ പ്രവാസത്തോടെ യഹൂദ ഭരണം അവസാനിച്ചു. 1948 തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പ്രവേശനം ഉണ്ടാകുന്നത് വരെ ദീർഘ വർഷങ്ങൾ യഹൂദന്മാർക്ക് സ്വന്തമായ ഒരു ഭരണം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഭരണം അവർക്ക് തിരിച്ചു കിട്ടി എന്ന് പറയുമ്പോഴും അവരുടെ ആത്മീക പുനരുദ്ധാരണം സംഭവിച്ചിട്ടില്ല. ദൈവ സാന്നിധ്യം അവരിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ദൈവാലയം അവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. ആ ആത്മമണ്ഡലം ഇല്ലാതെ അവർ ഒരു ദൈവത്തിന്റെ ജനമെന്ന് പറയുവാൻ വേണ്ടത്ര അർഹത അവർക്കില്ല. എന്നാൽ ആ ദാവീദിന്റെ കുലത്തിൽ ദൈവം അയച്ച രാജാവ് ഈ യേശുവാണ്. ഈവൻ മത്തായി സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത്. ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന രാജാവിന്റെ വംശാവലി എന്നും പറഞ്ഞാണ്. രാജാവ് എന്ന വാക്കോട് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ അതാണ് വാസ്തവത്തിൽ ആ പുസ്തകത്തിലെ ചിത്രം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, 2-ാം വാക്യം, വിശുദ്ധ രേഖകൾ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാക്തത്വം ചെയ്ത സുവിശേഷം, 1-2 വാക്യം, ദൈവം തന്റെ പുത്രൻ നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകൾ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാക്തത്വം ചെയ്ത സുവിശേഷത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് വിളിക്കപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായ എല്ലാവർക്കും എഴുതുന്നത്. 5-ാം വാക്യം, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും. നോക്കൂ, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു. അപ്പൊ ഈ പറയുന്ന വചനങ്ങളുടെ നിവർത്തി, ദാവീദിനോട് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തി യേശു ക്രിസ്തുവിൽ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഒന്നുകൂടെ ഞാനെടുത്ത് പറയും, നമ്മുടെ ഇന്നത്തെ ലോകവും അറിയേണ്ട ഒരു സന്ദേശം. ഞാൻ പറഞ്ഞ യഹൂദ പശ്ചാത്തലത്തിലാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. അതുകൊണ്ട് അവർ പഴയ നിയമ തിരുവെഴുത്തുകൾ എടുത്ത് ഉദ്ധരിച്ച് നിങ്ങളുടെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന ആളാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് സ്ഥാപിച്ച് ഈ രക്ഷകനെ അവർക്ക് പരിചയപ്പെടുത്തുകയായി. നമ്മുടെ രാജ്യമോ നമ്മൾ ജീവിക്കുന്ന രാജ്യമോ എല്ലാം യഹൂദന്മാരുടേതല്ല, മറ്റു പല ജാതികളെയോ മതമില്ലാത്തവരുടെയോ ഒക്കെ ഇടയിലാണ് നമ്മൾ താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ താമസിക്കുന്ന രാജ്യത്തും കുറ്റബോധ മനുഷ്യനുണ്ട്. ഒരു നിത്യതയെക്കുറിച്ചുള്ള ബോധമുള്ള ധാരാളം ആളുകൾ. ഇനി അവർക്കില്ലെങ്കിൽ എന്ന് പറയുന്നെങ്കിലും ഉള്ളിന്റെ അടിത്തട്ടിൽ ഉണ്ട്. ഇനിയും ഇല്ലാത്തവരും അറിയണം. മനുഷ്യന്റെ മനസാക്ഷി പരിശോധിച്ച് നോക്കൂ. ശരിയും തെറ്റും അറിയാൻ മനുഷ്യന് കഴിവുണ്ടല്ലോ. താൻ തെറ്റ് ചെയ്താൽ തെറ്റാണെന്നറിയാൻ മനുഷ്യന് കഴിവുണ്ടല്ലോ. മനുഷ്യന്റെ മനസാക്ഷി മനുഷ്യനെ ബോധ്യപ്പെടുത്തുമല്ലോ. ആരോടും ഉത്തരവാദിത്വമില്ലാത്തവരെ, ആരോടും ബാധ്യസ്ഥരെ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും എന്ന് പറയുന്ന ഒരു സമൂഹം കണ്ടേക്കാം.
പക്ഷെ അങ്ങനെ തന്നെ ഇഷ്ടത്തിന് ലോകത്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഓരോ രാജ്യത്ത് ജീവിക്കുമ്പോൾ അതിന്റെ നിയമങ്ങൾക്കും ഭരണക്രമങ്ങൾക്കും അനുസരിച്ചല്ലേ മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെല്ലാം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വരില്ല. എങ്കിലും ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അന്തരംഗത്തിൽ ഒരു ബോധ്യമുണ്ട്, താൻ തെറ്റ് ചെയ്തു. അതറിയാൻ മേലാത്ത മനുഷ്യരാരുമില്ല. എല്ലാ ജാതിക്കാർക്കും മതമില്ലാത്തവർക്കും ഏത് പ്രായക്കാർക്കും ആ ഒരു ബോധം. ഈ ബോധത്തിൽ നിന്നുള്ള കുറ്റബോധം മനുഷ്യനെ മതിക്കും. മാത്രമല്ല, മനുഷ്യന്റെ ഈ പാപം നിമിത്തമുള്ള തകർച്ചകൾ മനുഷ്യന്റെ ശരീരത്തെയും മനുഷ്യന്റെ മനസ്സിനെയും മനുഷ്യന്റെ സ്വഭാവത്തെയും എല്ലാറ്റിനുപരി അവന്റെ നിത്യജീവനെയും ബാധിച്ചിരിക്കുകയാണ്. നിത്യജീവനെ സംബന്ധിച്ച് അവർക്കൊരു പക്ഷേ അറിവില്ലെങ്കിലും ശരീരത്തിൽ വന്ന തകർച്ചയെക്കുറിച്ച് അവർക്ക് ബോധമുണ്ട്. മാനസികമായ തകർച്ചകളെക്കുറിച്ച് അവർക്ക് ബോധമുണ്ട്. വൈകാരികമായ തകർച്ചകളെക്കുറിച്ച് അവർക്ക് ബോധമുണ്ട്. മറ്റ് പല മണ്ഡലങ്ങളിലുമുള്ള തകർച്ചകൾ മനുഷ്യന് അറിയാം. മനുഷ്യന് ധാരാളം ജയങ്ങളും നേട്ടങ്ങളും ഉള്ളപ്പോഴും തകർച്ചയുടെ ഒരു മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തെ നാം വിശദീകരിക്കണം. അതിനെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച ദൈവവചനത്തിന്റെ പ്രസംഗത്താൽ അവർക്ക് കൊടുക്കണം. അത് കൊടുത്ത് ഇതിന്റെ പരിഹാരകൻ മുന്നറിയിക്കപ്പെട്ട ക്രിസ്തു യേശുവാണ് എന്ന് ഈ തിരുവെഴുത്തുകൾ തന്നെ എടുക്കണം. ഈ തിരുവെഴുത്തുകളെ തെളിയിക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു കേവലം ഒരു ചരിത്ര പുരുഷനല്ല. ഈ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വചനങ്ങൾ മുഴുവനും മുന്നറിയിക്കപ്പെട്ടിരുന്നതും ഇങ്ങനെ ഒരാൾ വരുന്നു, ആ ആളാണ് രക്ഷ നൽകുന്നതെന്ന് എല്ലാ വിശദീകരണത്തിലും പറഞ്ഞിരിക്കുന്നു എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ബോധ്യപ്പെടുത്തിയാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ രക്ഷയും ആ വിടുതലും ജനത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക്, ഒരു പ്രവൃത്തിയിലേക്ക് നാം ദൈവജനം, ദൈവസഭ കടക്കേണ്ടതാണ്. ഈ വചനം സത്യമാണെന്ന് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ നമ്മുടെ തലമുറയ്ക്ക് വെളിപ്പെടുമ്പോൾ ഈ രക്ഷകനെ സ്വീകരിക്കുവാൻ ഒരു കൂട്ടം ജനം തയ്യാറാവും. അതുകൊണ്ട് യേശു തന്നെ ക്രിസ്തു, യേശു തന്നെ രക്ഷകൻ. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത് അതാണ്, നിങ്ങൾക്ക് വേണ്ടി രക്ഷകനായി വരുന്നു എന്ന് മോശയും പ്രവാചകന്മാരും പറഞ്ഞത് മുഴുവനും എന്നെക്കുറിച്ചുള്ളത് ഇതാ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷയുടെ വഴി ഇതാ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിങ്കിലേക്കുള്ള കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. വരൂ, അനുഭവിക്കൂ, ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കൂ, അകന്ന് മാറി നിൽക്കാതെ ദൈവത്തിന്റെ സ്വന്തമായി തീരൂ, ദൈവത്തിന്റെ മക്കളായി തീരൂ. ഈ കൃപയിലേക്കും അനുഗ്രഹത്തിലേക്കും നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും വരാത്ത നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സ്നേഹിതർ, നമ്മുടെ പരിചയക്കാർ അല്ലാത്തവരും എല്ലാവരും ഈ വർത്തമാനം അറിയട്ടെ. യേശുവിനെ സുവിശേഷിക്കാം, യേശുവിനെ സാക്ഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇന്ന് അനുഗ്രഹിക്കും.